ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, അത് എത്ര ചൊല്ലണം? എത്ര സ്വലാത്ത് ഞാൻ അങ്ങയുടെ മേൽ ചൊല്ലണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഫഖാല മാ ശിഅത, ഉദ്ദേശിക്കുന്ന അത്ര നീ ചൊല്ലിക്കോ. ഞാൻ ചോദിച്ചു, അർറുബ്, ഞാൻ ചൊല്ലുന്നതിന്റെ 4/1 ചൊല്ലിയാലോ? ഖാല റസൂൽ മറുപടി പറഞ്ഞു, മാ ശിഅത, ഉദ്ദേശിക്കുന്ന അത്ര ചൊല്ലിക്കോ. ഫഇൻ സിത്ത, അതിനേക്കാൾ നീ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അത്രയും നല്ലത്. ഫഹുവ ഖൈറുൽ ലക്, നീ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ നിനക്ക് ഏറ്റവും ഉത്തമമാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, അന്നിസ്ഫ, എന്നാ ഞാൻ ചൊല്ലുന്നതിൽ പകുതി സലാത്താക്കി കൊള്ളട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? പകുതി ചൊല്ലട്ടെ എന്ന് പറഞ്ഞപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, പിന്നെയും പെരുപ്പിക്കാൻ കഴിയുമെങ്കിൽ പെരുപ്പിച്ചോ, പെരുപ്പിക്കുന്നത് നിനക്ക് ഉത്തമമാണ്. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, ഫസുലുസൈൻ, എന്നാ പിന്നെ ഞാൻ ആകെ ചൊല്ലുന്നതിന്റെ ഒരു 2/3 സലാത്താക്കിയാലോ? നല്ലൊരു താല്പര്യക്കാരനായ ചോദ്യക്കാരനും നല്ലൊരു താല്പര്യക്കാരനായ മറുപടിക്കാരനും, നീ ഉദ്ദേശിക്കുന്ന അത്ര ചൊല്ലിക്കോ, വർദ്ധിപ്പിച്ച അത്രയും ഖൈർ എന്നവിടുന്ന് മറുപടി പറഞ്ഞപ്പോ ഖുൽതു, ഞാൻ അവിടുത്തോട് ചോദിച്ചു, എന്നാ ഞാൻ ചൊല്ലുന്നതൊക്കെ സലാത്താക്കി കൊള്ളട്ടെയോ? സകല ദിക്റുകൾ, സകല ഫിക്റുകൾ, ഉച്ചാരണങ്ങൾ, ഹൃദയത്തിന്റെ ചഞ്ചാട്ടങ്ങൾ, എല്ലാ പ്രാർത്ഥനകളും സലാത്താക്കി കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഖാല, അപ്പോഴാണ് മറുപടി വന്നത്, എങ്കിൽ നിന്റെ പ്രശ്നങ്ങളും ദുഃഖങ്ങൾക്കൊക്കെ അത് മതിയാവും. മനസ്സിലായോ? നിന്റെ പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും അത് മതിയാകും. വയുകഫിറു ലക ദംബുക, നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും അത് ധാരാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടല്ലാതെ വേറെ മൂന്നാമത് എന്താ വേണ്ടത്? ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസമൊക്കെ തീരുക, ദോഷങ്ങൾ പൊറുക്കപ്പെട്ട സ്വർഗത്തിൽ ഒരു പ്രവേശനമാണ്. വേറെന്താ? 2 കാര്യം, ദുനിയാവിന്റെ കാര്യമായി ആഖിറത്തിന്റെ കാര്യമായി. ഈ 2 കാര്യവും നിനക്ക് കിട്ടാൻ നീ എന്റെ മേലുള്ള സ്വലാത്തിനെ ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം